എന്താടി എന്റെ മോൻ്റെ ഒക്കെ വിശേഷമായാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ചോ, പെട്ടെന്നാവും. മോൻ്റെ വിസ വന്നാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ച വേഗം വരും. ഭഗവാനെ ഇവരൊക്കെ രക്ഷിക്കണേ ഭഗവാനെ. എടുത്താലടിക്കുമല്ലോ. ഓ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊന്നും യോഗല്ല. അല്ല ശോഭേച്ചി, നിങ്ങളെ മോന്റെ പിസ എപ്പെങ്ങാനും വരുവാ? എപ്പം നോക്കുമ്പോ നിനക്ക് എന്നെ കാണുമ്പോ ഇതേ ചോദിക്കാനില്ലു. നിന്റെ എല്ലാം ചോദ്യം കൊണ്ട് ചക്കന് വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. ചക്കന് വിസ വരും ചെയ്യും, അതിനില്ല വഴിപാട് നമ്മ നടത്തുന്നുണ്ട്. ഇനി വെറുതെ കൊക്കട്ടി പറിക്കാൻ നിക്കണ്ട. ഓന്റെ വിസ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങളെ വരെ എന്ത് വരുമെന്ന് വിസ? എനിക്കെന്തിനിപ്പൊ വിസ? അല്ല, ഇങ്ങക്ക് മുകളിലേക്ക് പോണ്ടേ? നീ എനിക്ക് വിസയാക്കുന്ന അടുത്ത ഭാവിലെ കറുത്ത കാക്കിയാ പോന്നെ. റഫീഖിന് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോന്ന് പറഞ്ഞാല് ചെറുപ്പത്തിലേ വലിയ ഇഷ്ടാ. ഓൻ കൊല്ലം കൊല്ലം വരൂ. ഒരു കൊല്ലത്ത് കൂടുതൽ ഉമ്മാനെ കാണാണ്ടോ അവിടെ നിൽക്കാൻ കഴിയില്ല മോളെ. ഓനൊരു ഉമ്മ കുഞ്ഞാ. പക്ഷെങ്കിൽ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടില്ല കേട്ടാ. 1.5 കൊല്ലം കൂടുതൽ നിന്നാ 15 ദിവസത്തെ ലീവ് കൂടുതൽ കിട്ടുമല്ലോ. ഓൻ്റെ നിക്കാഹിനത് നല്ലല്ലേ, അതുകൊണ്ടാന്ന്. ഓൻ തിരിച്ചു പോകുമ്പോ എല്ലാരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, ഒരു കൊല്ലോന്ന് പറയുന്നു ദാന്നും പറഞ്ഞങ്ങ് പോവില്ലേന്ന്. എനക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു കൊല്ലം പോവാന്ന് പറഞ്ഞാൽ വലിയ പണിയാന്ന് മോളെ. ഓള് വന്നേന്ന് തോന്നുന്നു. മോള് പോയിക്കോ. ശരി. അവിടെ പണിയില്ല ഒതുങ്ങിയ? നിങ്ങളെ രണ്ടാളെ മേല് കഴിപ്പിച്ച? ഒരു വിളിച്ചിനാ? കുറച്ച് മുന്നേ വിളിച്ചിനി, എത്താനായി എന്നാ പറഞ്ഞ. ഈ പുയ്ത്ത കുപ്പായം കീറിയ പാന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ റഫീക്കെ നാട്ടിൽ വരുമ്പോ ഇടാനി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. വന്ന് കയറുമ്പോ തന്നെ നാറ്റിക്കലുമ്മ. ഇത് താക്കാന്റെ ബെല്ലി വല്ലയുടെ പുതിയ ഷർട്ടാ, പാന്റും പുതിയ മോഡലാ. എന്തെങ്കിലും ആട്ട്. നാട്ടുകാർ മുമ്പിലും മക്കാറാവണ്ട്. നീ ഉള്ളിൽ കയറിയട്ടെ രാജമ്മേ. രാജമേച്ചി എന്തല്ല യാത്രയിലെ സുഖേന മോനെ? പിന്നെ അടിപൊളി. ആകെ കോലം കേട്ടല്ലോ. അതുണ്ടേ ഇനി നേരിട്ടുണ്ടല്ലാന്ന് വേണ്ട. ആടൊക്കെ നമ്മുടെ ആള്. ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓളോടത് മാത്രം ചോദിക്കരു. വിശേഷം പ്രശ്നമല്ലേ? അനക്കിന്റെ തിരിച്ചു പോകുമ്പോ മോക്കും ഇതുപോലെ തന്നെ വേണ്ടേ? വേണം. അപ്പൊ ഇനി ചോദിക്കല്ലേ? ഇല്ല. ആത്തുണ്ട് വെച്ചോ. നല്ല അന്നേരം അവളെ കൈമ ചാലിയത്ത് എന്റെ ഭാഗ്യട്ടാ. അപ്പൊ നമ്മളെ നാട്ടിൽ ഇനി അത് ചോദിക്കാനേ പറ്റൂല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോട് അവരേത് രീതിക്ക് എടുക്കാന്ന് പറയാൻ പറ്റില്ല. നാട്ടിൽ വന്നിട്ട് ആളുകളെ കാണുമ്പോ വിശേഷം ചോദിക്കാൻ എങ്ങനെയാ? അല്ല റഫീഖെ, എനിക്കിതെന്തെല്ലാം ചോദിക്കാണ്ട്. ഹവാദിയൊന്ന് ചോദിച്ചൂടെ? കൈഫാലൊക്കെ ചോദിച്ചൂടെ? ഒന്നുമില്ലേ നിനക്ക് സുഖല്ലേന്ന് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതിനൊരു സുഖമുണ്ട്. ഭയങ്കര സുഖാണ്. നിങ്ങളുടെ സമയം പോക്കാണ്ടേ ഇതാണ്ടി. വേണ്ട സന്തോഷേ, ഹറാമാണ്. വെള്ളം ഒഴിക്കാണ്ട് അവിടെ വെച്ചാ. ഹലാലായിട്ടുള്ള ചിപ്സ് ഉണ്ടോ? മീൻ ചാപ്സ് ഉണ്ട്. അത് ഹലാലാണ്. ഇതെല്ലാം ഉണ്ടല്ല മോളിലിരിക്കുന്നവൻ പറഞ്ഞ് സെറ്റാക്കിയ കാര്യങ്ങളാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഞാനിപ്പൊ കെട്ടാൻ പോണ സീനത്തിന്റെ ഉപ്പാക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ആളുടെ മോളെ ഡിഗ്രി കഴിഞ്ഞേ കെട്ടിക്കുള്ളൂ. എന്റെ മഹാഭാഗ്യത്തിന് ഓള് ഡിഗ്രിക്ക് തോറ്റി. കഷ്ടകാലത്തിന് ഓളെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഓളുടെ ഉപ്പ എന്താ പറയാ? ഡിഗ്രിക്കാരി മോളെ 10ാം ക്ലാസ് കുസ്തി കെട്ടിക്കൂല. അതായത് പറയും അയാളുടെ മോളെ ഭാവി നോക്കണല്ലോ. അത് നമ്മളും മനസ്സിലാക്കണല്ലോ. പോയിന്റ്. ഓളെ തോപ്പിച്ച അതേ പടച്ചോൻ ഇന്നെ ജയിപ്പിക്കും. എനിക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെടുത്ത് ഈ ഇന്റെ ഓളും പോകുന്ന ഈ നാട്ടുകാർ മുഴുവൻ കാണും. എനിക്കതേ പറയാം. എന്താ ശുക്കൂറേ? അല്ലല്ലോ, എനക്ക് ഇതൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നു.
അല്ല ഓളുടെ സ്റ്റാറ്റസ് എന്താ ഇപ്പോ? തലശ്ശേരി കടപ്പുറം. ഏ? ഓളെ സ്ഥിരം വാട്സപ്പ് സ്റ്റാറ്റസ് അതല്ലേ? അതല്ലടോ, ഓള് റെസ്റ്റിലാണോ? റെസ്റ്റില 4ാമത്തെ. എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്രേ? എടാ ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമില്ല റഫീഖെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പടച്ചോന്റെ കളിയാ. പിന്നെ പടച്ചോന്റെ കളി കളിക്കാനുള്ള മുഴുവൻ കളിച്ചിട്ട് അത് പടച്ചോന്റെ കളിയായിട്ട് കളിക്കാണ്ട് അടിക്കുന്നു. ഇല്ല കുപ്പി കൊണ്ട് ഞാൻ പോവേ 2 ഗ്ലാസും 4 ആളും. ഇത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സന്തോഷേ കേട്ടാ ഈ എത്ര പേർക്ക് അടിച്ചടാ കുപ്പിങ്ങന്ന് പോയിക്കോ. ഹലോ. ആ എടുത്ത് അവിടെ മോശം വന്നിട്ടേ നീ കുളിച്ചില്ല? കുളിക്കാണ്ടില്ല. സോപ്പ് തേച്ചില്ല? ആ തേച്ചിന്. നിന്നോട് ആരും സോപ്പ് വെക്കാൻ പറഞ്ഞില്ല? ഞാൻ കുളിക്കും സോപ്പ് വെക്കും. അതിന് പാരോളും ചോദിക്കണം. എടാ പേഷ്യനിട്ട സോപ്പ് തേക്കരുത്, അതിന്റെ മൊത്തം കുണം പോകും. പ്രത്യേകിച്ച് പേള്. തേടല്ലടോ, പേള് പേള്. പിന്നെ അതിന്റെ മൊത്തം സോപ്പ് വെച്ച് പോണങ്ങാൻ എന്താ നോക്കാം. മര്യാദക്ക് പണിയെടുക്കാൻ പറ്റും. വെറുതെ ആ സോപ്പിന് കുത്തി. അതുണ്ടല്ല ഞാൻ കുറച്ച് സാധനം കൂടെ. വേണ്ട, ബിരിയാണി കഴിക്കില്ലേ? ഇയാൾക്ക് ബിരിയാണി കൊടുക്കണ്ട. ആ താനും പോ. അപ്പൊ ഞാൻ റെഡിയേ പോവാ. നകുലേട്ടാ യെസ് ഞാൻ വരണ. വരണോന്നാ തമാശ കളിക്കല്ലേ? ബാ പോവാ. തൊട്ടപ്പുറത്ത് അല്ലാണ്ടായിട്ട് പോയില്ലെന്ന് വെച്ചാൽ മോശമല്ലേ? എല്ലാരും അതിനെ ചോദിക്കും നകുലേട്ടാ. ഈ ആരെ പേടിക്കുന്നത്? നാട്ടുകാരെയാ? ഒരു കാര്യം ചെയ്, 1 ഗ്ലാസ് ചായ എടുത്ത് കൈ പിടിച്ചു. ആരിക്കാ വിശേഷം അറിയണ്ടേന്ന് അറിയണോല. എന്തൊന്നും നകുലേട്ടാ? എടി ആരും ഒന്നും ചോദിക്കൂല, എന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബാ ബാ. ആ ശാലിനി എന്തൊക്കെയുണ്ട് വിശേഷം? പണ്ടെങ്കിൽ കൊണ്ട് ഈ ബിരിയാണി കൊടുക്കണം. നീ വന്നേ, ഇപ്പൊ കുളിച്ചിട്ട് വരാന്നുണ്ട്. അപ്പുറത്തും വിളമ്പാനാളില്ല. വന്നേ ശാലിനി ഇവരെ നോക്കണ്ടേ? വന്നേ പറയട്ടെ. എടാ ആ 2 സൈഡിലും, ആ റൈറ്റ് സൈഡിൽ. പിന്നെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അൽമാരയിൽ ഇട്ട് വെക്കണേ. ആ മോളെ ശാലിനി, നബീസും അടുക്കളയിൽ ചായ വെക്കുന്നുണ്ട്, സഹായിക്കട്ടാ. എടുത്തോട്ടെ. കരയൊന്നറിയില്ല. ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായാ പിന്നെ സമയം പോന്നേ അറിയൂല രാജമ്മേ. സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഒരു കാര്യം പറയണ്ട്. മോനെ സാധനം തോന്നുന്നു. ഇപ്പം വരാട്ടോ ജിത്തു. നീ ഒന്നും വന്നേ. എടാ ഇനി എനിക്കൊരു പോരം ചെയ്യോ? എന്റെ സുമേച്ചി, ഓന്റെ ഓള് പ്രസവം നിർത്തണേ ഓൻ തന്നെ വിചാരിക്കണം. നമ്മള് സ്കൂളിൽ കുടുംബാസൂത്രണത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഈ മാസം ലാസ്റ്റ് ആണ്. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അവനവിടെ ക്ലാസ്സിൽ കൊണ്ട് പിടിച്ചിരുത്ത്. ക്ലാസ് കഴിഞ്ഞ് ഓൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോണ്ട്. കുറച്ച് ബിരിയാണി വേടാ. ആ ബിരിയാണി റൈസ് കുറച്ചടുത്തോളം കൊണ്ടുവരണേ. അല്ലടാ നങ്ങളെ, എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലേ? ഇല്ല. അതെന്നാവത്തെ? അപ്പൊ കുഴപ്പം ഓൾക്കാ അല്ല എനിക്കോ? രണ്ടാക്കില്ല കുഴപ്പം. വീട്ടിൽ കുഴപ്പം നിങ്ങളാ. വിട്ടോ. അല്ലാ കഴിച്ചിട്ടില്ല. അയ്യോ കഴിച്ചില്ല. എന്നാ കഴിക്കണ്ട വിട്ടോ. പിന്നെ എന്റെ കഴിച്ചിട്ടാണ് എനിക്ക്. ഇവനെന്താ ചങ്കു തിന്ന? എടാ ഈ മിസ്റ്റിക്കിനെ കാരടാ കല്യാണം വിളിക്കുന്നേ? ഇതിനൊക്കെ വിളിച്ചിട്ടാണോ വരുന്നത്? മായ മൊത്തം ഡ്യൂപ്ലിക്കേറ്റാ. മാഹി മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് മേലെ കത്തുപ്പണിയൊക്കെ. ശാലി ഒന്ന് പിടിച്ചേ. തായിലല്ലേ ഞാൻ കൊടുത്തയാന്നേ, ഇനി മോളിലേ കൊടുക്കാനല്ലോ. ഒന്ന് കൊടുക്കണേ. ആ ശാലിനി, ശാന്തമായിക്കോ ചായ കൊടുത്തേ. കത്തി അടിച്ച് തൊണ്ട പണിയായിട്ടുണ്ടാവും. എനക്കൊന്നും വേണ്ട എന്റെ ചായ.
ആരാണോ ഈ പിരാന്തത്തിന്റെ അടുത്തൊക്കെ ചായ കൊടുത്തയച്ചിന്